MSME എന്ന് പറയുമ്പോൾ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് രജിസ്ട്രേഷൻ എന്ന് MSME രജിസ്ട്രേഷൻ, അതല്ലെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ, അതിൻ്റെ മറ്റൊരു പേരാണ് ഉദ്യം രജിസ്ട്രേഷൻ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ്റെ ഗുണങ്ങളെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ MSME രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഒരു മിനിസ്ട്രിയുടെ കീഴിൽ കിട്ടുന്ന ഒരു രജിസ്ട്രേഷനാണ്. അത് നമുക്ക് പല സംരംഭങ്ങൾക്കും ആ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ആ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംരംഭത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നുള്ളതിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, കൊളാട്രൽ ഫ്രീ ലോൺസ് വിത്ത് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ്. നമുക്കറിയാം ഏതൊരു സംരംഭവും തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മൂലധനം. അപ്പോൾ ആ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അത് കറക്റ്റ് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടി ഒരു സംരംഭകൻ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് സാധാരണ. അപ്പോൾ ക്യാപിറ്റൽ കിട്ടാത്തത് കൊണ്ട് തന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റാത്ത സ്ഥിതിയും നമ്മൾ ഒരുപാട് കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ MSME രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും വേഗം കൊളാട്രൽ ഫ്രീ ലോൺ, കൊളാട്രൽ ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു വസ്തു ഈട് വെക്കാതെ തന്നെ ബാങ്കിൽ നിന്നോ ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ലോൺ കിട്ടാനും അതുപോലെ തന്നെ ആ ലോൺ കിട്ടുന്നതിനോട് കൂടിയിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടാനും സാധ്യതകളുണ്ട്. നമുക്ക് MSME രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, നമ്മുടെ സംരംഭത്തിന് MSME രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഗുണമുണ്ട്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ്സ്. ഈ MSME എന്ന് പറയുമ്പോൾ ചെറുകിട രീതിയിലുള്ള സംരംഭം എന്ന് ഒരർത്ഥം കൂടിയുണ്ട് ഈ MSME ബിസിനസ്സുകൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെറുകിട രീതിയിൽ ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരാൾക്ക് ഗവൺമെന്റിന്റെ രീതിയിലുള്ള പല ടാക്സുകളും ചുമത്തപ്പെടുമ്പോൾ അയാൾക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ടാക്സിൽ ചില വിട്ടുവീഴ്ചകളുണ്ട്. അത് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലുള്ള നിയമങ്ങളും സെൻട്രൽ ഗവൺമെന്റ് വേറെ നിയമങ്ങളും അങ്ങനെ പല രീതിയിൽ നമുക്ക് ടാക്സ് വിട്ടുവീഴ്ചകൾ പ്രതീക്ഷിക്കാം MSME രജിസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ. അതിൽ ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എക്സൈസ് എക്സംഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. അതിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് ചില ടാക്സ് എക്സംഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതാണ് ഒരു കാര്യം. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സ്പാൻഷൻ അസിസ്റ്റൻസ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ഒരു മിനിസ്ട്രിയുടെ കീഴിലുള്ള രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള മാർക്കറ്റ് എക്സ്പാൻഷൻ, അതായത് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആയാലും ശരി ഇന്റർനാഷണൽ മാർക്കറ്റ് ആയാലും ശരി, നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് വേണ്ടതായിട്ടുള്ള മാർക്കറ്റിലോട്ട് എങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള നമുക്ക് ഗൈഡൻസും അതുപോലെ തന്നെ ബാക്കിയുള്ള സഹായങ്ങളും ഈ മിനിസ്ട്രിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അവർ വളരെ സ്ട്രോങ് ആയിട്ട് സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ മാർക്കറ്റ് എക്സ്പാൻഷനിലേക്ക് തന്നെ ബാക്കിയുള്ള പല കാര്യങ്ങളും ഈ മിനിസ്ട്രിയിൽ നിന്നും ചെയ്തു തരുന്നതായിരിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ബിൽസ്. നമുക്കറിയാം ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും ഇലക്ട്രിസിറ്റി കണക്ഷൻ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഇലക്ട്രിസിറ്റി ബിൽസ് നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴും അടയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലാണ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ ഉള്ളത്, അതിലേക്കാണ് നമ്മൾ ഈ പൈസ അടയ്ക്കേണ്ടി വരിക. അപ്പോൾ MSME രജിസ്ട്രേഷൻ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്ക് ആ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുമ്പോഴും ഇലക്ട്രിസിറ്റി ബിൽസ് പേ ചെയ്യുമ്പോഴും അതിൽ ചില വിട്ടുവീഴ്ചകളും ചെറിയ ചില ഡിസ്കൗണ്ടുകളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ചെറുകിട സംരംഭകരെ സംബന്ധിച്ചിടത്തോളം. അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക് ആൻഡ് ഇൻഫ്രാ ഡെവലപ്മെന്റ് അസിസ്റ്റൻസ്. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഈ സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ഈ മിനിസ്ട്രി ഈ ഒരു അസിസ്റ്റൻസ് കൂടെ നമുക്ക് സംരംഭകർക്ക് MSME രജിസ്റ്റേർഡ് ആയിട്ടുള്ള സംരംഭകർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അസിസ്റ്റൻസ്, അതായത് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ സംരംഭം മുന്നാക്കം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല ആവശ്യങ്ങളും നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കൺസൾട്ടിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സർവീസ് പ്രൊവൈഡിങ്ങും ഈ മിനിസ്ട്രി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ സംരംഭത്തിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും നമുക്ക് ഈ മിനിസ്ട്രിയിൽ നിന്നും കിട്ടുന്നതായിരിക്കും. സഹായങ്ങൾ പല രീതിയിലും നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് പാക്കിംഗ് അസിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കൺസേൺഡ് മിനിസ്ട്രിയിൽ നിന്നും നമ്മുടെ സംരംഭത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ, നമ്മുടെ സംരംഭം ചെയ്യുന്നത് നമ്മളൊരു പ്രോഡക്റ്റിലാണെങ്കിൽ ആ പ്രോഡക്റ്റിന് സ്വാഭാവികമായിട്ടും ഒരു പാക്കിങ്ങും
ഡിസൈനിങ്ങും ബാക്കിയുള്ള ആവശ്യങ്ങളും പല ബിസിനസ്സുകൾക്കും ആവശ്യം ഉണ്ടാകുന്നതായിരിക്കും. അപ്പം ആ പ്രോഡക്റ്റിന് പാക്കിംഗ് അസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഡിസൈൻ, ആ പാക്കേജിന് വേണ്ട ഡിസൈൻസ് കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലും അവരുടെ കയ്യിൽ നിന്ന്, ഈ മിനിസ്ട്രിയുടെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട് കൺസൾട്ടിംഗ് ആയിട്ടും അതല്ലാത്ത മറ്റുള്ള രീതികളിലും ഉള്ള സപ്പോർട്ട് വളരെ ശക്തമായി തന്നെ കിട്ടുന്നതായിരിക്കും MSME രജിസ്റ്റേർഡ് ആയിട്ടുള്ള സംരംഭകർക്ക്. അപ്പോൾ അത് വളരെ നല്ലൊരു സപ്പോർട്ടായിരിക്കും നമ്മളെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ നേരത്തെ പറയേണ്ട നമ്മുടെ മാർക്കറ്റ്, അത് ഡൊമസ്റ്റിക് ആണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും നമ്മുടെ മാർക്കറ്റ് കണ്ടുപിടിക്കാനും ആ മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ പറ്റിയും നമുക്ക് ഈ മിനിസ്ട്രിയിൽ നിന്നും സഹായങ്ങൾ കിട്ടുമെന്ന് നമ്മൾ നേരത്തെ പറയേണ്ടായി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെ ഇന്ത്യക്ക് പുറത്തെത്തിക്കാം, നമുക്ക് അവിടെ മാർക്കറ്റ് ഉണ്ടോ ഇല്ലയോ, അവിടെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഉള്ള ചില കൺസൾട്ടിങ്ങും അതുപോലെ തന്നെ അത് എത്തിക്കാൻ വേണ്ട രീതിയിലുള്ള പല രീതിയിലുള്ള സഹായങ്ങളും നമുക്ക് ഈ മിനിസ്ട്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ്. ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഓവർഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് എന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഓവർഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംരംഭത്തിന് ആവശ്യമായ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന് വേണ്ടി ബാങ്കിൽ നിന്നും ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്ന ലോൺ ആണ്. അപ്പോൾ അതൊരു ഷോർട്ട് ടേം ലോൺ ആയിരിക്കും. അപ്പം അത് നമുക്ക് ബാങ്കിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ മുകളിൽ സ്വാഭാവികമായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പം നമുക്ക് MSME രജിസ്റ്റേർഡ് ആയിട്ടുള്ള സംരംഭങ്ങളാണെങ്കിൽ നമുക്ക് ആ ഇൻട്രസ്റ്റിൽ പല രീതിയിലുള്ള വിട്ടുവീഴ്ചകളും, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടും അതുപോലെ തന്നെ വേറെ ചില ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് MSME രജിസ്റ്റേർഡ് ആയിട്ടുള്ള സംരംഭകർക്ക് മാത്രം. അതുപോലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ടെൻഡർ പാർട്ടിസിപ്പേഷൻ. നമുക്കറിയാം, ഗവൺമെന്റിന്റെ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് ഗവൺമെന്റ്, അത് സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഗവൺമെന്റ് ഒരു ടെൻഡറിൽ എൻ്റർ ചെയ്തിട്ടേ അത് ചെയ്യാൻ പറ്റൂ. കാരണം ഗവൺമെന്റ് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വർക്ക് ടെൻഡറിൽ വെച്ച് ആ ടെൻഡറിൽ എൻ്റർ ചെയ്തിട്ടാണ് നമുക്ക് ആ വർക്ക് എടുത്ത് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളൂ. അപ്പം അങ്ങനത്തെ ടെൻഡറിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് MSME രജിസ്ട്രേഷനുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ മുൻതൂക്കം കിട്ടാൻ സാധ്യതകളുണ്ട്. അടുത്ത പോയിന്റ്, അപ്രൂവൽ ഓഫ് ലൈസൻസ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത്, അതുപോലെ കേരള സംസ്ഥാനത്ത്, അതുപോലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും നമുക്ക് ഒരു സംരംഭം തുടങ്ങി അത് തുടക്കത്തിൽ തന്നെ അത് മുന്നാക്കം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ലൈസൻസുകളും അപ്രൂവലുകളും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ആവശ്യമുണ്ട്. അപ്പൊ ആ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് MSME രജിസ്റ്റേർഡ് ആണെങ്കിൽ പല രീതിയിലുള്ള ആനുകൂല്യങ്ങളും, ആ ലൈസൻസ് കിട്ടുന്നതിന്റെ ഭാഗമായി പല രീതിയിലുള്ള ആനുകൂല്യങ്ങളും, അതുപോലെ തന്നെ അതിന്റെ പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പത്തിൽ കുറച്ചുകൂടെ പെട്ടെന്ന് തീർക്കാനും സാധിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് MSME രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാലുള്ള പല രീതിയിലുള്ള ഗുണങ്ങൾ. ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ 10 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത് മാത്രമല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുകിട സംരംഭകർ നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു രജിസ്ട്രേഷനാണ് MSME രജിസ്ട്രേഷൻ. ഇന്ന് നമ്മൾ സംസാരിച്ചത് MSME രജിസ്ട്രേഷനും അതിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. അപ്പോൾ MSME രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റുകളിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതാത് സ്റ്റേറ്റിൽ ഉള്ള സംരംഭങ്ങൾക്ക് പല രീതിയിലായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് MSME രജിസ്ട്രേഷനെ കുറിച്ചും അത് എടുക്കാനുള്ള സഹായത്തിനും എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ പറയുന്ന ലിങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് VinStreak Consulting Pvt.Ltd. താങ്ക് യു.